സംസ്ഥാനത്തെ ഒന്നാകെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് നിർണായക ശിക്ഷാവിധി പ്രസ്താവിക്കും. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് കേസിലെ അന്തിമവിധി വരുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 103, 126 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് സംശയരഹിതമായി തെളിഞ്ഞതിനെ തുടർന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദം കേട്ട ശേഷമാണ് കേസ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിയത്. ബാക്കിയുള്ളവരുടെ ജീവനുകൂടി ഭീഷണിയാകുന്ന പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചത്. പ്രതി സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ആപത്താണെന്നും യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസായതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം പരിഗണിച്ച് പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. അതേസമയം വിധി പ്രസ്താവനത്തിനായി കോടതിയിൽ ഹാജരാക്കിയ ചെന്താമര യാതൊരുവിധ പശ്ചാത്താപവുമില്ലാതെ ജഡ്ജിയുടെ മുന്നിൽ കൊലവിളിയും വെല്ലുവിളിയും മുഴക്കിയത് കോടതി മുറിയിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കി. തടസ്സം നിന്നാൽ ഇനിയും കൊലപാതകങ്ങൾ നടത്തുമെന്നും ഒരു ചെകിട്ട് തെളിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു തരാൻ താൻ ഗാന്ധിജിയല്ലെന്നും പ്രതി ധിക്കാരപൂർവ്വം വിളിച്ചു പറഞ്ഞു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന ജില്ലാ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കോടതിയിൽ പരാമർശിച്ചപ്പോൾ തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്നായിരുന്നു ചെന്താമരയുടെ തിരിച്ചു ചോദ്യം. വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു പ്രതിയുടെ മറുപടി. സാക്ഷി വിസ്താരത്തിനും വിശദമായ വാദപ്രതിവാദങ്ങൾക്കും ശേഷം നീതിപീഠം ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോഴും ബോയൻ നഗറിലെ ജനങ്ങളിൽ പ്രതി ചെന്താമര ഉണ്ടാക്കിയ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ കൊലവിളി ഭയന്ന് നിരവധി കുടുംബങ്ങളാണ് തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയത്. കൊടും കുറ്റവാളിയായ പ്രതിയോട് കോടതി യാതൊരുവിധ ദയയും കാണിക്കരുതെന്നും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ ഒരേ സ്വരത്തിലുള്ള ആവശ്യം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.